ഈ രാഷ്ട്രീയ തട്ടിപ്പിനെതിരെയാണ് എപ്പോഴും കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത്. ഇവിടെ നന്ദി മോദി എന്ന് പരിപാടി ഇടുന്നതിനേക്കാൾ നല്ലത് പിന്നെ നന്ദി എന്നല്ല, മോദി തട്ടിപ്പ് നടത്തും എന്ന പരിപാടിയായിരിക്കും ഏറ്റവും കൂടുതൽ ഉചിതമെന്ന് പറയുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി പോലും വന്ന് പറഞ്ഞതെന്താണ്, ഈ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കോടതിയിലേക്ക് പോകുക എന്നാണ് പറയുന്നത്. കോടതിയിലേക്ക് പോകുമ്പോൾ അനന്തമായൊരു കോടതി ഫൈറ്റിലേക്കാണ് ഇത് തുറന്നു വിടുന്നത്. അല്ലാതെ പിന്നെ ഇപ്പോൾ റിജു വന്നിട്ട് നേരെ ഇവർക്ക് ഭൂമി തിരിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങല്ലല്ലോ നടത്തിയത്. നിങ്ങൾക്ക് ഭൂമി കിട്ടും, അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഞങ്ങൾ സഹായിക്കും, ഞങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അധികാരത്തിലിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംഘടന വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിനും നമ്മൾ തയ്യാറല്ല. ഇവിടെ കേന്ദ്രം എന്താണ് ചെയ്തത്, ഈ മുനമ്പം വിഷയം മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനും ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഈ പാവം ജനങ്ങളെ ഉപയോഗിച്ചത്. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അവർ ദീർഘകാലമായി ഇപ്പം റവന്യൂ അവകാശം എപ്പോൾ കിട്ടുമെന്ന് കേന്ദ്രമന്ത്രിക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അവർക്ക് ഉറപ്പ് പറയാൻ ഇന്ന ദിവസം കിട്ടുമെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ നിയമം പാസ്സാക്കി, നിങ്ങൾ ബില്ല് കൊണ്ടുവന്നു, കൃത്യമായ ഒരു ഡേറ്റ് അവരോട് പറയാൻ കഴിയുന്നുണ്ടോ? അവരോടൊപ്പം കോടതിയിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം കോടതിയിലുള്ള അതാണ്, കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കൃത്യമായി കോടതിയിൽ എന്താണ് ഫാക്ടുകളും രേഖകളും ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലല്ലേ കോടതി തീരുമാനം എടുക്കുള്ളൂ. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് ശരിയല്ല എന്ന്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അതിന് വ്യക്തത വരുത്താത്തതെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നത് അതാണ്, ഇത് കൃത്യമായി പറയാൻ കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതെങ്ങനെയാണ് ഇതൊരു നയപരമായി ഒരു സമവായത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക വിഷയം എന്ന രീതിയിൽ സർക്കാർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ കുറച്ച് മയപ്പെട്ട് വഖഫ് ബോർഡിനോട് പിന്നെ കൃത്യമായി നിർദ്ദേശം നൽകി അവർക്ക് വേണ്ട ഭൂമി വിട്ടുകൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു ഭരണപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകുക എന്നുള്ളതല്ലാതെ നിയമപരമായിട്ടുള്ള ഒരു ഫൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അനന്തമായി നീളുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നിലവിലെ സ്ഥിതി തന്നെയാണ് തുടരാൻ പോകുന്നത്. അതിനപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കേന്ദ്ര സർക്കാർ എടുത്തത് കൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി കേന്ദ്രത്തിലെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന് ഇപ്പോഴും ഒരു ബില്ല് പാസ്സാക്കിയതിലൂടെ ഇപ്പം കോടതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പം ട്രിബ്യൂണലിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോകാം എന്നുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ഇപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമിയും കിട്ടിയില്ല, പിന്നെ നേരെ മറിച്ച് ഒരു മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം നിയമപരമായി കടന്നു കയറാനുള്ള ഒരു ഉപാധിയായി ഇത് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെല്ലാ ചർച്ചകളിലും പറയുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എല്ലാ മതസ്വാതന്ത്ര്യവും എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് അന്ന് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോയത്. അപ്പോൾ അവർക്ക് നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്തിൽ ആശ്ചര്യപ്പെടുന്ന നിയമങ്ങളായിരിക്കും ഇപ്പോൾ പറയുന്ന വഖഫിനെതിരെ ട്രിബ്യൂണലാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ നമുക്ക് ആശ്ചര്യപ്പെടുന്ന പല ഈ ആചാരങ്ങളെയും അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തെ നിലനിർത്തുന്ന രീതിയിൽ അവരെ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ വ്രണപ്പെടുത്താത്ത രീതിയിൽ നിയമത്തിന് അപ്പുറമായി കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. അത് അവരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. ഇപ്പം നമുക്കറിയാം രാജ്യത്ത് എന്താണ് സംഭവിച്ചത്, ഹിന്ദുവും മുസൽമാനും തമ്മിലടിച്ച് ഈ രാജ്യം വിഭജിക്കാതിരിക്കാൻ വേണ്ടി അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി അവർക്ക് കുറേ ഉറപ്പുകൾ അന്നത്തെ ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കാലാകാലമായി എല്ലാ നിയമങ്ങളും പരിഷ്കരിക്കപ്പെടുന്നു എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഇപ്പോൾ തന്നെ ഈ ഭേദഗതിയിലല്ല, ഇപ്പം മുനമ്പവുമായി ബന്ധപ്പെട്ട് ഭൂമി വഖഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഭേദഗതി വരുന്നത്. എങ്ങനെയാണ്, നിങ്ങൾ വഖഫ് ചെയ്യുമ്പോൾ അത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുള്ള ഭേദഗതി നേരത്തെ വന്നതാണ്, ഇപ്പോൾ കൊണ്ടുവന്നതല്ല. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായി മതസ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഇതിനെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി BJP ബോധപൂർവ്വം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ വിഷയം. അല്ലാതെ മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി കിട്ടണ്ട എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് രാഷ്ട്രീയമായി തട്ടിപ്പിന്റെ നാടകത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന് കണ്ടത്.